ഈ ഫുട്ബോൾ 2027 നിങ്ങൾ ഡിവിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് തോക്കുന്നുണ്ടോ? അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡിഫൻസ് നന്നായിട്ട് പൊട്ടുന്നുണ്ടോ? അപ്പൊ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ടായിരിക്കും. അപ്പൊ സംഭവം ഈ മിസ്റ്റേക്സ് എന്നുള്ള ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഹൈപ്പ് ചെയ്യാം. പിന്നെ ഈ പുതിയ ഗെയിം പ്ലേയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാണാനൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്ടിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ പഴയ പോലെ LBC എന്ന് പറഞ്ഞ സംഭവം ഓവറായിട്ട് എടുക്കാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ LBC വെച്ച് കളിച്ച സമയത്ത് അത്യാവശ്യം ഡിഫൻസ് പൊട്ടുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അറ്റാക്ക് അത്ര ഫ്ലൂയിഡ് ഒന്നുമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മിസ് പാസുകൾ വരുന്നുണ്ട്, പ്ലെയർ മൂവ്മെന്റ് ഒന്നും അത്ര ഓക്കെ ഒന്നുമല്ല. 1-2 മാനേജേഴ്സിന് മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാതെ LBC കളിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കൂടുതൽ മാനേജേഴ്സിൽ എന്താ പറയുക ഓൾമോസ്റ്റ് LBC നെർഫായ പോലെയാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഡിഫൻസും അറ്റാക്കും ബാലൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പൊസിഷൻ ഗെയിമിലാണ്. ഓവർലോഡ് ടാക്ടിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അറ്റാക്ക് അടിപൊളിയാണ്, പക്ഷെ ഡിഫൻസിൽ നിങ്ങൾ 5CB യൂസ് ചെയ്താൽ മാത്രമേ കുറച്ച് നല്ല ഡിഫൻസ് കിട്ടുള്ളൂ. 4CB ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസ് പൊട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 5CB ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓവർലോഡ് കളിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് പാസ് ഇട്ട് കളിക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ ഗെയിം പ്ലേക്ക് ഏറ്റവും നല്ലത് ക്വിക്ക് കൗണ്ടറും പൊസിഷൻ ഗെയിമും പിന്നെ ഓവർലോഡ് ആണ്. കുറച്ചുകൂടെ എന്താ പറയുക പെട്ടെന്നൊരു CFലേക്ക് അല്ലെങ്കിൽ വിംഗേഴ്സിലേക്ക് പാസ് കൊടുത്തിട്ട് അവിടെ നിന്ന് കളിച്ച് കയറാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് കുറച്ചുകൂടെ ലോങ് ബോൾ കൗണ്ടർ സെറ്റ് ആവുക. പിന്നെ ഫുള്ള് വിങ് പേജ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഔട്ട് ഇടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം LBC ആയിരുന്നു. അപ്പൊ ഈ വർഷം LBC കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് റെഡി ആവാൻ നിൽക്കാറില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെന്റർ ബാക്കിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ വൺ ടച്ച് കളിച്ച് ഒപ്പോണിന് ഈസി ആയിട്ട് ആ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഡിസ്ട്രോയർ ആയിട്ടുള്ള സെന്റർ ബാക്കിന് ഡിഫൻസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ DMFന് ആങ്കറിംഗ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം മാക്സിമം നിങ്ങളുടെ DMFനെ താഴത്തോടെ ഇറക്കി പിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ നല്ല രീതിയിൽ ആ ഒരു പ്ലെയർ ഇന്റർസെപ്ഷനും കാണാനൊക്കെ നിങ്ങൾക്ക് വിൻ ചെയ്ത് തരും. മാക്സിമം ഡിഫൻഡേഴ്സിന് എന്താ പറയുക ആ ഒരു പ്രസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ CMFനെയും DMFനെയും കൺട്രോൾ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. പിന്നെ ഇപ്പോഴത്തെ ഗെയിം പ്ലേയിൽ കുറച്ചുകൂടി നല്ലത് 5 at the back യൂസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഫ്ലൂയിഡ് ഫോർമേഷൻ കളിക്കുന്നെങ്കിൽ 5 ഡിഫൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്വിക്ക് കൗണ്ടർ ആയിക്കോട്ടെ പൊസിഷൻ ആയിക്കോട്ടെ ഓവർലോഡ് ആയിക്കോട്ടെ എല്ലാത്തിലും ഡിഫൻസ് ലൈൻ നാരോ ആണ്. അപ്പോൾ എല്ലാവരും അടുത്ത് വന്ന് നിൽക്കും, വൈഡിൽ സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ 5 at the back വെക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അപ്പോൾ ഇതിന്റെ വീഡിയോ ഉടനെ ചെയ്തിട്ടുണ്ട്, താല്പര്യം ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോർമേഷൻ അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഒരു ഫോർമേഷൻ കണ്ടിട്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഡിവിഷനിൽ പോയി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ഒക്കെ ആ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അത് കുറെ കളിച്ച് പഠിച്ച് അതിന്റെ പ്ലേസിനൊക്കെ മാറ്റി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സ്റ്റൈലിലായിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് നിങ്ങൾ നേരെ എടുത്ത് നിങ്ങളേക്ക് പകർത്തി കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾക്ക് അത് എന്താ പറയുക ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് ക്വിക്ക് മാച്ച് കളിക്കുക, എന്നിട്ട് വെറുതെ കളിച്ചാൽ പോരാ, അതിൽ നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ പ്രശ്നങ്ങൾ വരുന്നത്, ഏതൊക്കെ പ്ലേസിന്റെ പൊസിഷനിങ് ആണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്, ഇനി പ്ലേയിങ് സ്റ്റൈലിൽ നിന്ന് മാറ്റി വെക്കുക. അങ്ങനെ അതിൽ ചേഞ്ചസ് ഞാനൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡിവിഷനിൽ കളിക്കാണ്ട് സാധിക്കും. അതായത് ഫസ്റ്റ് ഒരു 5-6 മാച്ച് ഞാൻ പറഞ്ഞ പോലെ മാച്ച് കളിക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോർമേഷൻ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഡിവിഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. അപ്പൊ നമ്മുടെ നാലാമത്തെ മിസ്റ്റേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ബോൾ സ്പാമിംഗ് ആണ്. അതായത് ഒരു രീതിയിലും പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കാതെ പെട്ടെന്ന് ത്രൂ ബോൾ ഒക്കെ ഇട്ട് അങ്ങോട്ട് കയറി പോകുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് AMFന്റെ കാലം ബോൾ ഇട്ടുന്ന സമയത്ത് CFലേക്ക് പെട്ടെന്ന് ത്രൂ കൊടുക്കുക. അപ്പൊ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാക്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കുക, ഫ്രീ ആയിട്ടുള്ള പ്ലേസിനെ കണ്ടെത്തുക. ഓവർലോഡ് ഒക്കെ കളിക്കാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള പ്ലേസ് എപ്പോഴും ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ഫ്രീ ആയിട്ടുള്ള പ്ലേസിനെ കണ്ടെത്തി പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കുക. ഈ പൊസിഷൻ ഹോൾഡ് എന്ന് പറയുമ്പോൾ വേറെ സംഭവമുണ്ട്. അതായത് നിങ്ങൾ പാസ് ഇടല് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രീ സ്പേസിലേക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണുള്ളത്, ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒപ്പോണ്ട് അഥവാ പ്രസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒപ്പോണ്ട് വന്ന ആ ഒരു സ്പേസ് ഉണ്ടാവില്ല, അത് വീക്കെൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലേസ് കയറും. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഇതിലുണ്ട് നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും റഷ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം എന്താ പറയുക പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കളി മുന്നോട്ടേക്ക് കൊണ്ടുപോയി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പറയുകയാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് അല്ല, ഒരു മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഒരൊറ്റ പാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, ഹസാർഡിന്റെ ഒരു പാക്ക് മാത്രമേ ഈ ഫുട്ബോൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ബാലൻസ് ഉള്ള ഡബിൾ ബൂസ്റ്റ് കാർഡുകളൊക്കെ നെർഫായ ഒരു ഫീൽ വരുന്നുണ്ട്. അതായത് പതുക്കെ ആയിട്ടുള്ള സ്റ്റാറ്റ്സും അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഡൗൺ ആയി വരുന്നുണ്ട്. അപ്പൊ ഇനി പുതിയ കാർഡ്സ് കൂടുതലായിട്ട് വരുന്നതോറും പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ഇനിയും താഴേക്ക് പോകും. ഇപ്പൊ പുതിയ ഡിഫൻസീവ് പ്ലേയിങ്സുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴയ ഡബിൾ ബൂസ്റ്റേഴ്സിനൊന്നും ഈ
ഡിഫൻസീവ് പ്ലേസ് എന്നുള്ള സംഭവം ഇല്ല. അപ്പൊ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന കാർഡ്സിന് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കൊണാമി മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ കാർഡ്സ് വെച്ച് കളിപ്പിച്ചിട്ട് കാര്യമുള്ളൂ, ഡിഫൻസ് ഒക്കെ സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിലെ മൂവ്മെന്റ് ഒക്കെ ശരിയാവുള്ളൂ. ഈ പഴയ കാർഡ്സ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഡിഫൻസ് ഓക്കെ ആവില്ല എന്നുള്ള ഒരു സംഭവമായിരിക്കും കൊണാമി നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല കൊണച്ച പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1.5 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം പാക്സ് നിങ്ങൾക്ക് വരട്ടെ, പുതിയ പ്ലേയേഴ്സുള്ള ഐഡീസ് വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ 6ാമത്തെ മിസ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാത്തതാണ്. അതായത് ഇപ്പൊ നിലവിൽ നല്ല രീതിക്ക് സ്റ്റാമിന കാരണമൊക്കെ ഡ്രെയിൻ ആവുന്നുണ്ട്. ഈവൻ ഒരു 90 സ്റ്റാമിന ഒക്കെ ഉള്ള പ്ലേയേഴ്സിനെ പോലും ഒരു 80 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ സ്റ്റാമിന നല്ല രീതിക്ക് ഡ്രെയിൻ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യുക്ക് കൗണ്ടറിലും ഓവർലോഡും പൊസിഷൻ ഗെയിമിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്ലേസിലൊക്കെ ഇട്ട് കളിപ്പിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഒരു 60 മിനിറ്റ് ആകുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ ഗെയിമുകളിലൊക്കെ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇനിയിപ്പോ ഡിവിഷൻ പുഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിൻ റേറ്റ് കൂട്ടാനാണെന്നുള്ളതൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ്. നമ്മൾ ഷോർട്ട് ഫോം കണ്ടൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തണെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം.